വ്യത്യസ്ത മതങ്ങൾ അല്ലെങ്കിൽ മതബഹുസ്വരത എന്നുള്ളത് ഭാരതത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് ഏതാനും കാലങ്ങളായി നിലനിൽക്കുന്നതല്ല, സഹസ്രാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒന്നാണ്. വ്യത്യസ്ത മതങ്ങൾ ഇവിടെ സന്നിവേശിപ്പിച്ചപ്പോൾ ചരിത്രം പഠിക്കുന്നവർക്കറിയാം, ഒരു ഭൂമികയിൽ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ മനുഷ്യവാസം ഉണ്ടായിരിക്കില്ല. മനുഷ്യവാസയോഗ്യമായി ഒരു ഭൂമി മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ക്രമേണ അവിടേക്ക് മനുഷ്യ ജീവിതങ്ങൾ പറിച്ചു നടപ്പെടുകയാണ്. ഇത് നാം ഒരു യാഥാർത്ഥ്യമായിട്ട് ഉൾക്കൊള്ളണം. അതുകൊണ്ട് ഭാരതം എന്നല്ല, ലോകത്തിലെ ഏത് ഭൂമിയും ഭൂമികയും അതിന്റെ പ്രാരംഭത്തിൽ മനുഷ്യ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് വ്യത്യസ്ത മനുഷ്യവർഗങ്ങൾ അവിടെ താമസമുറപ്പിച്ചു. അതുകൊണ്ട് ചരിത്രത്തിൽ ഇങ്ങനെ പറയും, ഓൾ ആർ ഇമിഗ്രൻസ്, എല്ലാവരും വന്നു ചേർന്നവരാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ബസ് പുറപ്പെട്ടത് അത് കോഴിക്കോടിന് പോവുകയാണെന്ന് വിചാരിക്കുക. അത് ആദ്യം കയറിയവരുടേതാണ് ബസ് എന്ന് പറയുന്നതിന് ഒരു അർത്ഥമുണ്ടോ? ആദ്യം ആളുകൾ കയറും, വരുന്ന വഴിക്ക് ആലപ്പുഴയിൽ നിന്ന് കയറും, എറണാകുളത്ത് നിന്ന് കയറും, കുന്നംകുളത്ത് നിന്ന് കയറും, മലപ്പുറത്ത് നിന്ന് കയറും, കോഴിക്കോട് ഇറങ്ങും. ബസ് ആരുടെയും സ്വന്തമല്ല. നാം എല്ലാവരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് കയറി പറ്റിയവരാണ്. ഞാൻ പറഞ്ഞതിന്റെ വിശാല അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുമെന്ന് വിചാരിക്കുന്നു. ഭാരതം എന്നല്ല, ലോകത്തിൽ ഏത് ഭൂവിഭാഗത്തിലും വ്യത്യസ്ത സമയങ്ങളിൽ കയറി പറ്റിയ പ്രവാസികളാണ് മനുഷ്യർ എന്നുള്ളത് ചരിത്രം ഉദ്ഘോഷിക്കുന്നുണ്ട്. ഈ ചരിത്ര വിലാസം അത് ലോക ചരിത്രത്തിൽ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അതിനെ പറയുന്ന റോമന പേരുണ്ട്, ഏകത എന്ന് പറഞ്ഞാൽ യൂണിഫോമിറ്റി. ഒരു പ്രദേശത്തുള്ളവർ ഒരേ യൂണിഫോമിറ്റിയിലുള്ളവരാണെങ്കിൽ അതിന് കൂടുതൽ ഫലമുണ്ടെന്നുള്ള ചിന്തയിൽ നിന്നായിരിക്കാം ഈ സർവരും പ്രവാസികൾ എന്നുള്ള ചിന്തയെ നിരസിച്ചുകൊണ്ട് മറ്റു ചില തത്വങ്ങൾ രൂപപ്പെടുത്തുന്നത്. നമുക്കിങ്ങനെ ഭാവനയിൽ കാണാം. നാം ട്രെയിനിലൂടെ പോകുമ്പോൾ ആന്ധ്രാപ്രദേശിൽ എത്തിക്കഴിഞ്ഞാൽ നിരവധി സൂര്യകാന്തി പാടങ്ങൾ ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാം. ചിലരൊക്കെ അത് കണ്ടിരിക്കും. നാം അതിനെ ഒരു പൂന്തോട്ടം എന്ന് പറയാറില്ല. വസ്തുതാപരമായിട്ട് പൂക്കളാണ് അവിടെ ഉള്ളതെങ്കിലും ഈ ഏകതയും ഏകഭാവവും ആ പൂക്കളുടെ ഭംഗി നഷ്ടപ്പെടുത്തുകയാണ്. നാം അതിനെ പറയും സൂര്യകാന്തി പാടങ്ങൾ എന്നാണ്. എന്നാൽ ഒരു പൂന്തോട്ടം എന്ന് പറയണമെങ്കിലോ വ്യത്യസ്ത ഭംഗിയിലുള്ള നിറങ്ങളിലുള്ള സുഗന്ധപൂരിതമായ പൂക്കൾ വിടരുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് മനോഹാരിത, അവിടെയാണ് നാം പൂന്തോട്ടം എന്ന് പറയുന്നത്. ഭാരതത്തെ ഒരു പൂന്തോട്ടമായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, വ്യത്യസ്ത മനുഷ്യ വംശങ്ങൾ, വർഗങ്ങൾ, വ്യത്യസ്ത നിലപാടുകൾ, വ്യത്യസ്ത തത്വസംഹിതകൾ, വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആചാരാനുഷ്ഠാനങ്ങൾ, വ്യത്യസ്ത ഉത്സവങ്ങൾ, വ്യത്യസ്ത ഭക്ഷണ രീതികൾ. ഈ ഒരു വ്യത്യസ്തതയുണ്ടല്ലോ, 7 നിറങ്ങളുള്ള മാരിവിൽ പോലെ ആ വ്യത്യസ്തതയാണ് നമ്മെ മനോഹരമാക്കുന്നത്. ഇവിടെ അനുഗ്രഹീതമായ നിമിഷം എനിക്ക് കിട്ടിയപ്പോൾ എന്റെ മനസ്സിൽ ഉയർന്നു വന്നൊരു ചിന്തയുണ്ട്. ഈ ക്ലബ്ബ് മതസൗഹാർദ്ദത്തിന്റെ ഒരു അനന്യമാണ്. ഞാൻ
ഇതിന്റെ ഭാരവാഹികളുടെ ലിസ്റ്റ് ഒന്ന് നോക്കി. വ്യത്യസ്ത മതങ്ങളിലുള്ളവർ സൗഹാർദ്ദത്തിൽ ഒന്നിക്കുന്ന ഒരു മനോഹര സ്ഥലം. അതാണ് ഈ വിന്നർ ക്ലബ്ബ്. പേര് ധരിപ്പിക്കുന്ന മഹത്വമുണ്ട്. അതുപോലെ എല്ലാവരും വിന്നേഴ്സ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പ്രവർത്തനങ്ങളും ഈ മേഖലയ്ക്ക് ആകമാനം വിജയാശംസകൾ നേരുന്ന വിധത്തിലാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് ആശംസിക്കുന്നു. ഇന്ന് നമ്മെ ഒരുമിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇഫ്താർ ഒരു പ്രത്യേക മതത്തിന്റെ നിഷ്ഠയുള്ള ജീവിതത്തെ ആദരിക്കുന്ന ഒരു സദസ്. ഇതാണ് വ്യത്യസ്തതകളെ അംഗീകരിക്കുന്ന മനുഷ്യ മനസ്സിന്റെ വിശാലത. ഇവിടെ മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം പുലരണം എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഇത്രയും ധന്യമായ ഒരു മുഹൂർത്തം നാം കോർത്തെടുത്തത്. ഇതിന്റെ പ്രവർത്തകരെ ഞാൻ മുഖത്ത് കണ്ട് പ്രശംസിക്കുകയാണ്. ഇവിടെ ഓർക്കാനുള്ളത്, നാം ഇന്ന് പറയുന്ന വ്യത്യസ്തതകളൊന്നുമില്ലാത്ത ഒരു സമാനത മനുഷ്യനുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരെ വ്യത്യസ്തതകളുടെ ഭാഗമാക്കുന്നതിനേക്കാൾ എളുപ്പം സമാനതകളുടെ ഭാഗമാക്കുന്നതാണ്. മനുഷ്യർ തമ്മിൽ വ്യത്യസ്തതകളെക്കാൾ അധികമുള്ളത് സമാനതകളാണ്. ഇത് കണ്ടെത്തുവാൻ കഴിയണം. എനിക്ക് ഇസ്ലാം മതത്തെ കുറിച്ച് കേട്ടറിവും വായിച്ച അറിവുമല്ലേ ഉള്ളൂ. നബിയെ കുറിച്ച് ഞാൻ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഹൈന്ദവനെ കുറിച്ച് ഞാൻ ഗ്രഹിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കുന്നത് തത്വസംഹിതകളുടെ അപാരതയോ മഹത്വമോ ഉൾക്കൊണ്ടിട്ടല്ല, മറിച്ച് എന്റെ അയൽക്കാരൻ ഒരു മുസ്ലിം സഹോദരനുണ്ടെങ്കിൽ ആ സഹോദരന്റെ സ്നേഹമസൃണമായ പെരുമാറ്റവും ആ സഹോദരന്റെ ഇടപെടലുകളും കണ്ടുകൊണ്ട് ഇത്രമേൽ സ്നേഹസമ്പന്നനായ ഒരു ദർശനം അതേതാണ്? നബി കൊണ്ടുവന്നതാണ്. ഇങ്ങനെയാണ് നബിയിലേക്ക് നാം കടന്നു ചെല്ലുന്നത്. അതിനർത്ഥം തത്വസംഹിതകളുടെ വരട്ടുവാദത്തെക്കാൾ പ്രായോഗികമായി മനുഷ്യ ജീവിതത്തിൽ കാണുന്ന ഈ ഒരു ധന്യതയുണ്ടല്ലോ, ഈ ഒരു സ്നേഹത്തിന്റെ ഭാവമുണ്ടല്ലോ, അതാണ് നമ്മെ ഒന്നിപ്പിക്കുന്ന കണിക എന്ന് നാം തിരിച്ചറിയണം. ഒരു ഹൈന്ദവനെ ഞാൻ മനസ്സിലാക്കുന്നത് അവന്റെ തത്വസംഹിതയുടെ അടിസ്ഥാനത്തിലല്ല, ജീവിതത്തിൽ ഇടപെടുമ്പോൾ അവൻ എങ്ങനെ പ്രവർത്തിക്കുന്നു, എന്തുമാത്രം സത്യസന്ധനാണ്, എന്തുമാത്രം പരസ്പര സ്നേഹമുള്ളവനാണ്, സഹജീവികളോട് എന്തുമാത്രം കാരുണ്യം കാണിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള മനോഭാവത്തെയാണ് നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് മതങ്ങൾ എത്ര കണ്ടുണ്ടായാലും അതിന്റെ ഒരു ഓഫ്സ്പ്രിംഗ് എന്ന് പറയുന്നത്, റിസൾട്ട് എന്ന് പറയുന്നത് ആ മതം അനുവർത്തിക്കുന്ന വ്യക്തികളുടെ മഹത്വമാണ്. അതിനർത്ഥം മഹത്വമുള്ള വ്യക്തിത്വങ്ങൾ ഏത് മതത്തിലായാലും ആദരണീയരാണ്. പിന്നെ എന്താണ് ഇന്ന് ലോകത്തിൽ പരസ്പരം കടിച്ചു കയറുന്ന ചില ഒട്ടും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിലുള്ള മതനിരാസവും മത ശത്രുതയും സംഭവിക്കുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം ബോധ്യമായി. വർഷങ്ങൾക്ക് മുൻപ് ഒരു വിദേശ രാജ്യത്ത് പോയപ്പോൾ അവിടെ എനിക്ക് ഒരു വിമാനത്തിൽ കയറാൻ അവസരം കിട്ടി. ആ വിമാനം എങ്ങനെയുള്ളതെന്ന് ചോദിച്ചാൽ, വിമാനത്തിന്റെ അടിഭാഗം ഒരു ബോട്ട് പോലെയാണ്. നമ്മൾ 30 ദിർഹംസ് കൊടുത്ത് കയറി കഴിഞ്ഞാൽ ഈ വിമാനത്തിൽ കയറി അത് ലാൻഡ് ചെയ്യുന്നത് കടലിലാണ്. കടലിൽ ലാൻഡ് ചെയ്യാനാണ് ഇതിന്റെ അടിഭാഗം തോണി പോലെ ആക്കി വെച്ചിരിക്കുന്നത്. ഞാനും ഒരു കൗതുകത്തിൽ അതിനകത്ത് കയറി കുറെ ദൂരം വിമാനം പറന്ന് കടലിൽ അത് ഇറങ്ങി. നല്ല യാത്രയായിരുന്നു. യാത്രയുടെ മനോഹാരിത പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ ചുറ്റുപാട് നോക്കിയപ്പോൾ ശാന്തമായി ഒഴുകുന്ന കടൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരമാലകളുടെ അട്ടഹാസമില്ലാതെ ശാന്തമായി കുഞ്ഞോളങ്ങളാൽ സമൃദ്ധമായ ആ കടലിന്റെ അനുഭവം
നാം കാണുന്ന കടൽ പലപ്പോഴും പ്രക്ഷുബ്ധമാണ്, തിരമാലകളുടെ ബഹളത്തിൽ ഒഴുകിപ്പോകുകയാണ്. എന്നാൽ ഉൾക്കടലിലേക്ക് ചെന്നപ്പോൾ അവിടെ തിരമാലകളില്ല. ഞാനത് കാരണം അന്വേഷിച്ചു. ഇതാണ് കാരണം. അവിടെ കടലിന് ആഴമുണ്ട്. അവിടെ കടലിന് ആഴമുണ്ട്. അതുകൊണ്ട് ആഴമുള്ളിടത്ത് ബഹളങ്ങളില്ല, തിരമാലകളില്ല. ഇതാണ് ഞാൻ സംഭരിക്കുകയാണ്. ആഴമുള്ളിടത്ത് ബഹളങ്ങളില്ല. ഓരോ മതത്തിന്റെയും ആഴം ഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ബഹളവും ഉണ്ടാവില്ല. മറിച്ച് ആഴം കുറഞ്ഞ മണത്തിട്ടകളിൽ നാം കാണുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. പലപ്പോഴും ഇതിന്റെ പ്രയോക്താക്കൾ ആഴമുള്ളവരായിരിക്കും, പക്ഷെ അണികൾ ആഴമില്ലാത്തവരായിരിക്കും. അവിടെയാണ് ബഹളങ്ങൾ. ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആഴമുള്ളവരാകുക. ഏത് മതത്തിലായാലും മതത്തിന്റെ ആഴം ഗ്രഹിച്ചാൽ അവിടെ ശാന്തതയുണ്ട്. ഈ ധന്യമായ നിമിഷം തന്ന എല്ലാവർക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ അരോധ്യമായ വാക്കുകൾ നിങ്ങൾക്ക് സ്നേഹം പകർന്നുകൊണ്ട് മതസൗഹാർദ്ദത്തിന്റെ ദാർശനിക മുഖം പ്രകടിപ്പിക്കാൻ ഈ പ്രസ്ഥാനത്തിനും ക്ലബിനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.